rescue process and please assist us. I really want the indulgence of the government of India. The government is not ready to listen. Please listen us. मत चिल्लाइए. Please read it. താങ്ങാനാവാത്ത ദുരന്തമാണ് വയനാട് സംഭവിച്ചിരിക്കുന്നത്. 300-ലേറെ മരണങ്ങൾ, 200-ലേറെ പേരെ കാണാതായി, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, അനാഥരായ പിഞ്ചു ബാല്യങ്ങൾ മാത്രമല്ല, പല മുതിർന്നവരും ഇപ്പോൾ ഒറ്റയ്ക്കായി, മക്കളില്ല, ഭാര്യയില്ല. അതിനിടയിൽ സിനിമാ കഥകളെ വെല്ലുന്ന രക്ഷപ്പെടലുകൾ, കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അതിഭീകരമായ രക്ഷാപ്രവർത്തനങ്ങൾ, ജീവനോടെ കൊണ്ടുവരാൻ സാധിച്ചവരെല്ലാം കൊണ്ടുവരാൻ സാധിച്ചു. നമ്മളോടൊപ്പം ദുരന്തം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ നാടിനെ കൈപിടിച്ചു കയറ്റാൻ സൈന്യവും പോലീസും ഫയർഫോഴ്സും KCB നാട്ടുകാരും പിന്നെ ഒട്ടനേകം സന്നദ്ധ സംഘടനകളും. ഇതിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി, ആർക്കും ആരെയും പഴിചാരാനില്ല. നമ്മൾ മനുഷ്യർ പ്രകൃതിയുടെ മുന്നിൽ വളരെ നിസ്സഹായരാകും. ഈ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ മുന്നിൽ പച്ചയ്ക്ക് നീചവും നിന്ദ്യവും നികൃഷ്ടവുമായ രാഷ്ട്രീയം കലർത്തുന്ന നമ്മുടെ കേരളത്തിന്റെ മനസ്സ്. കേരളത്തിൽ പൊതുവെ ഏതൊരു കാര്യത്തിനും രാഷ്ട്രീയം എടുത്ത് കലർത്തുക എന്നത് ഒരു ആചാരമായി മാറിയിരിക്കുന്നു. എന്തിലും ഏതിലും ആരെയെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തുക വോട്ടിന് വേണ്ടി. ഇതിനിടയിൽ നികൃഷ്ടമായ രാഷ്ട്രീയം കളിച്ചത് ആരാണ്? രാഷ്ട്രീയം പറയേണ്ട ആവശ്യം ആർക്കായിരുന്നു? എങ്ങനെയാണ് ഈ രാഷ്ട്രീയം ഇപ്പോൾ നിലവിൽ വളരെ വലിയ ചർച്ചകൾക്കിടയാക്കിയത്? ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് പാർലമെന്റിൽ കേരളത്തിലെ MP-മാർ വയനാടിൽ സംഭവിച്ച കേരളത്തിനെ നടുക്കിയ ദുരന്ത വാർത്തയെ കേന്ദ്ര സർക്കാരിന്റെ ചുമലിലേക്ക് കെട്ടിവെക്കാം എന്ന ലക്ഷ്യത്തോടു കൂടി ചില അഭിപ്രായങ്ങൾ നടത്തുകയുണ്ടായി. അവരെന്തിനാണ് അഭിപ്രായം നടത്തിയത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വോട്ടിന് വേണ്ടിയാണ്. പക്ഷേ അതിന് കൊടുത്ത മറുപടി വളരെ വലുതായിരുന്നു. നമ്മളെ ഏവരെയും ഞെട്ടിച്ചു കളഞ്ഞു. മാധ്യമങ്ങൾ അത് ചർച്ചയ്ക്കെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ നൽകിയ വിശദീകരണം വളരെ വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. അതിന് മറുപടിയായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ഒരുപാടാണ്. നമുക്ക് നമ്മുടെ MP-മാരുടെ വാക്കുകളൊന്ന് നോക്കാം. Of more than 25 bodies are found 40 kilometers downstream and a different district in Calicut. So that you should understand the gravity of the situation. 500 families are stranded over there and more deaths are reporting every minute. And it is not, can you have 2 minutes to express our grievance? And the government is not ready to listen. We have the first-hand information that people sitting on the district. ശ്രീ ജോസ് കെ മാണി നിങ്ങൾ ഈ പറയുന്നത് ഈ കാലഘട്ടത്തിലാണോ നിങ്ങൾ ഈ രാഷ്ട്രീയം കളിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കുക. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇത്രയും മണിക്കൂറുകൾക്കുള്ളിൽ ആർമി എത്തി, ഇവിടുന്ന് ഒരു റിക്വസ്റ്റോ ആർമിയുടെ സഹായം തേടി എന്നൊരു ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ആർമി അവിടെ എത്തി. നമ്മുടെ നാട്ടിലെ രക്ഷാപ്രവർത്തകരും പോലീസുകാരും ഫയർഫോഴ്സും ഒക്കെ ഓടി അവിടെ ചെന്നിട്ട് അവർക്ക് ആ പുഴ ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരവിടെ പകച്ചു നിൽക്കുകയാണ്. പുഴ കുത്തി ഒലിക്കുന്നു. ആർമി എത്രയും പെട്ടെന്ന് അവിടെ എത്തിയില്ലേ? ഇത് ഒരു നോർമൽ, ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്രയും പെട്ടെന്ന് ആർമി ആക്ട് ചെയ്ത മറ്റൊരു ആക്ഷൻ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഈ തൊട്ടടുത്ത് നിന്ന് ശിരൂര് പോലും. ഇവിടെ എത്ര പെട്ടെന്നാണ് ആർമി എത്തത്? NDRFന്റെ സംഘം ഇവിടെ ഉണ്ടായിരുന്നു എന്നത് വളരെ ആശ്ചര്യജനകമായ കാര്യം തന്നെയാണ്. ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ പക്കാ പൊളിറ്റിക്സ് അല്ലേ? ഇതിനിടയിൽ പൊളിറ്റിക്സ് കളിക്കാമോ? ഈ ഘട്ടകാലത്ത് രാഷ്ട്രീയം കളിക്കരുതേ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. ആ നമ്മൾ തന്നെയാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ ഏകദേശം 500ഓളം കുടുംബങ്ങൾ ഒലിച്ചു പോയി എന്ന വികാര വിക്ഷോഭത്തിലാണ് ശ്രീ ജോസ് കെ മാണി പറയുന്നത്. 43 deaths, that's from babies, little babies to the elderly have passed away, and even families have swept. Families, it's not just one from family, 1, 2, 3, 4, 5. We have news of that. We have first-hand information. So our request is the government should immediately declare this as a national disaster, provide 5,000 crore package immediately. മാഡത്തിന്റെ റിക്വസ്റ്റ് വളരെ കറക്റ്റ് ആണ്. കാരണം പണം അലൗഡ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് അലൗഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് അതിന്റെ ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്റർ കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഞാനിത് പറയുമ്പോൾ പലർക്കും ആശ്ചര്യം തോന്നുന്നുണ്ടാവും. അത് അങ്ങനെയാണ്, ഗവൺമെന്റ് പ്രൊസീജിയർ അങ്ങനെയാണ്. എന്നേക്കാളും നന്നായിട്ട് കേരളത്തിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അറിയാം. അതിൽ എല്ലാ സംഘടനക്കാരും ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഒരു ജില്ലയ്ക്ക് ഒരു ആവശ്യം വന്നാൽ ജില്ലാ മേധാവി സംസ്ഥാനത്തിന് കത്തയക്കണം, റിക്വസ്റ്റ് അയക്കണം, ഇത്ര ഫണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം ഈ പണം എന്നത് BJPയുടെയോ RSSന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ കോൺഗ്രസിന്റെയോ ഒന്നും പണമല്ല. ഈ പണം രാജ്യത്തെ 140 കോടി ജനത്തിന്റെ പണമാണ്. ഇതിന് കൃത്യമായ ഓഡിറ്റിംഗ് കാര്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റിക്വസ്റ്റ് കൊടുക്കുക. കഴിഞ്ഞ നമ്മൾ ഫ്ലഡിന് നമ്മൾ 40,000 കോടി റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് 5,000 ഫണ്ട് അലൗഡ് ചെയ്ത് വന്നത്. പക്ഷെ നമ്മളത് കൈവച്ച് കളിച്ച് 5,000 ചെലവഴിച്ചതിന്റെ കണക്ക് തരാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇതെന്ത് സർക്കാരാണ്, ഇങ്ങനെയാണോ ദുരന്തത്തിനിടയിൽ നിങ്ങൾ പണം ചോദിക്കുന്നത്, നിങ്ങളുടെ പണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് നാടകം കളിച്ച് അവസാനം ബാക്കി 35,000 കോടിയും കിട്ടിയില്ല. ഈ 5,000 കോടി എങ്ങോട്ട് പോയെന്ന് സംസ്ഥാന സർക്കാരിന് അറിയാമായിരിക്കും, കേന്ദ്ര സർക്കാരിന് അറിയില്ല. ആ പണം ചെലവഴിച്ചു. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള സാധനമുണ്ട്. ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് ജില്ലാ മേധാവികൾ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് അവിടെ കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് അങ്ങോട്ട് അയക്കണം.
യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് UC എന്ന് പറയും, സാധനം കിട്ടണം. അപ്പൊ എന്തായാലും മാഡത്തിന്റെ റിക്വസ്റ്റ് കറക്റ്റ് ആണ്. ഇമീഡിയറ്റ് ആയിട്ട് ഫണ്ട് അലോട്ട് ചെയ്യേണ്ടതാണ്. സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി നമ്മൾ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. A heavy tragedy has struck Kerala. The death toll has gone up and we are fearing more deaths, sir. 4 villages have been cut off and there have been coordinated efforts. The Chief Minister is camping in Wayanad. As you know, Wayanad is a picturesque place but mountain plateau. So we really want the indulgence of the government of India, especially the help of the ministries like Defence, Home and Finance. Already there are amounts pending in disaster fund. So we want the military to send their dispatches to Kerala. മിസ്റ്റർ ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വടികൊടുത്ത് അടിവേടിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതാണ്. അദ്ദേഹം നമ്മുടെ ഇടയിലെ ഒരു വലിയ ബുദ്ധിജീവിയാണ്. അപ്പൊ ഇദ്ദേഹം ഇവരാരും തന്നെ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മളും ഒക്കെ അത് അറിഞ്ഞത് പിന്നീട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ മറുപടി വന്നപ്പോഴാണ്. ഇപ്പോ ശ്രീ ജോൺ ബ്രിട്ടാസ് കുറച്ച് ഷോ ഓഫ് ഒക്കെ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? കേന്ദ്ര സർക്കാർ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? കേരളത്തിലെ ജനങ്ങളോടാണ് ചോദ്യം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇതിനെ മറികടക്കാനുള്ള കഴിവ് പരിമിതമാണ്. നമുക്ക് അത്രയൊക്കെ സംവിധാനങ്ങളുള്ളൂ. സംസ്ഥാനങ്ങൾക്ക് അതേ ഉണ്ടാവുള്ളൂ. അവിടെ വരുന്ന ദുരന്ത നിവാരണ സേനയാണ്. എത്ര പെട്ടെന്നാണ് ആർമി വയനാട് ആക്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. നമ്മുടെ പ്രളയകാലത്തായാലും മറ്റു പല സംഭവങ്ങളിലാണെങ്കിലും ആർമി ഒരു സ്ഥലത്തേക്ക് വരുന്നതിനുള്ള റിക്വസ്റ്റും കാര്യങ്ങളും പെട്ടെന്ന് അവർ എത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ മണിക്കൂറുകൾക്കുള്ളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, എപ്പോഴെങ്കിലും നിങ്ങൾ ആർമിയുടെ സഹായം തേടി എന്നൊരു വാർത്ത കേട്ടോ? ഇല്ല. കാരണം അതൊക്കെ മുൻപേ കണക്ക് കൂട്ടിയിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ബെയിലി പാലം എത്തിക്കുകയും അതിന്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുവേണ്ടുന്ന നിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ സാർ കൊടുത്തിരുന്നു. ഇവര് എന്താണ് ബ്ലെയിം ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്? ഈ കെട്ടകാലത്തും രാഷ്ട്രീയം കളിക്കല്ലേ, രാഷ്ട്രീയം പറയല്ലേ. ഞങ്ങളല്ല, നിങ്ങളാണ് ഇത് ഇടക്കിടയ്ക്ക് പറയുന്നത്. നിങ്ങൾ തന്നെ അത് ആവർത്തിക്കുകയും ചെയ്യും. ഫണ്ടിൽ നിന്ന് പണം എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കണക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആർക്കും അത് കയ്യിൽ വെച്ച് തമാശ കളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണോ നമ്മൾ മടിക്കുന്നത്? എനിക്കറിയില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് ഫണ്ട് ആവശ്യപ്പെടേണ്ടതാണ്. വെറുതെ ആ കിട്ടുന്ന പണം ചെലവഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. എത്രയോ പേരുടെ വീടുകളാണ് തകർന്നു വരിക്കുന്നത്. അവർക്കൊക്കെ ഇനി സ്ഥലം മേടിക്കണം. ആ സ്ഥലത്തേക്ക് ഇനി ആരും പോകുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ കിടന്ന് ഈ ബഹളം വെക്കുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നിങ്ങളെയൊക്കെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് അവിടെ പോയി കിടന്ന് ബ്ലെയിം ചെയ്യാനല്ല. നിങ്ങൾ നമ്മുടെയൊക്കെ ജനപ്രതിനിധികളായി രാജ്യസഭയിൽ പോയിരിക്കുന്നത് നമ്മുടെ നാടിന്റെ വികസനത്തിനും നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പണവും മറ്റു കാര്യങ്ങളും മേടിച്ച് ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റു ദുരന്ത ബാധിതരെ പുനരധിവാസിക്കുന്ന പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അവിടെ ചെന്നിരുന്നിട്ട് അവര് ഞങ്ങളെ കേൾക്കുന്നില്ല, അവര് നമ്മളെ കേൾക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവര് നമ്മളെ കേൾക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാലോ, കേരളത്തിലെ ജനങ്ങൾക്കറിയാലോ. ഇന്നിപ്പോ പണ്ടത്തെ കാലമൊന്നുമല്ല. വിരൽ തൊട്ട കാര്യങ്ങൾ മുന്നിൽ കാണാൻ കഴിയും. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ എന്തൊക്കെ നൽകിയിട്ടുണ്ടും എന്തൊക്കെ സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്നും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. മനസ്സിലായില്ല? അപ്പൊ ഇത്തരം രാഷ്ട്രീയ കളികളൊക്കെ നിങ്ങളാണ് മാറ്റിവെക്കുക. See, please consider us. We are praying for the assistance from the union government. Sir, we are What praying. are you saying? Sir, we are praying. Sir, Don't make us speak. Sir, just a minute, sir. Don't make us speak. Sir, just a minute, sir. Sir, You are not aware. Sir, just a minute, sir. Before sunrise, people were in action. Sir, just a minute, sir. Before sunrise, sir, the first Chief thing, Minister, Prime sir, Minister have been in action. Sir, rescue Don't is do the- this. Sir, sir. No, don't do this, please. Sir, just a You are minute, not sir. aware what is happening. Yes, just a minute, sir. No, don't make it political. Never. You are not aware what is Never, happening. sir. I am aware. Sir, I am fully aware. Sir, I am trying to express my feeling, sir. Sir, I am trying to express my feeling. Sir, please, just a minute, sir. Sir, ensure the rescue process. Please ensure proper rescue process and please assist us for the rescue. Okay, proper sir. rescue. Point well taken. ശ്രീ A. റഹീം, നമ്മുടെ ബബ്ബ MP അദ്ദേഹമാണ്. അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ട് പ്ലീസ് ലിസണസ്, നമ്മൾക്ക് ആധുനിക സംവിധാനങ്ങൾ വേണം. സത്യത്തിൽ ഞാൻ ആ പ്രസംഗം കണ്ടിട്ട് വളരെ ഇമോഷണൽ ആയി. കാര്യം വളരെ വേദനയോട് കൂടിയാണ് അദ്ദേഹം ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാർ നമ്മളെ സഹായിക്കുന്നില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് സഹായിക്കുക എന്നുള്ളത്. ഞാൻ വീണ്ടും പറയുകയാണ് മിസ്റ്റർ A. റഹീം, നമ്മുടെ നാട്ടിൽ ഇത്ര പെട്ടെന്നൊരു ആർമി ആക്ഷൻ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ആ പാലം മുറിച്ച് അപ്പുറത്ത് കടന്നതുകൊണ്ട് ഇത്ര പേരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. എത്ര പേരെ നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. കേരള സർക്കാർ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ജനങ്ങൾ ചോദിക്കേണ്ടത്. എന്തായിരുന്നു നിങ്ങളുടെ ഫാസ്റ്റ് ആക്ഷൻ? ഫാസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാവരും ഓടി അവിടെ ചെന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റി? പാലം മുറിച്ച് കിടക്കാൻ പറ്റിയില്ല. കുത്തിയൊഴുക്കുന്ന പുഴയ്ക്ക് മുന്നിൽ നമ്മൾ പകച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വന്നു, ആർമിയൊക്കെ വന്നിറങ്ങി. നിങ്ങൾ ആ ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങി, അത് നേവിയുടേതാണ്. ആ വിമാനം അവിടെ ഇറങ്ങി, ആ ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങി കണ്ടില്ല. പൊളിഞ്ഞു കിടക്കുന്ന തറയിൽ ഹെവി റിസ്ക് എടുത്താണ് ഇറങ്ങിയത്. ഇതൊക്കെ ആരാണ് സാർ നമ്മളെ സഹായിച്ചത്? നിങ്ങൾ ഈ സമയത്തും ഈ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ കുബുദ്ധി കാണിക്കരുതായിരുന്നു. വളരെ സങ്കടമുണ്ട്. കാര്യം ആ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഇറങ്ങിയത്, അല്ലെങ്കിൽ ആ ഡിഫൻസിന്റെ നേവിയുടെ ഹെലികോപ്റ്റർ ആ കാറ്റിലും മഴയിലും അവർ ഹെവി റിസ്ക് എടുത്താണ് അവിടെ ലാൻഡ് ചെയ്തത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ബാലൻസ് ചെയ്ത് അതും കൂടെ അവിടെ വീഴും. അത് എത്ര പേരുടെ ജീവൻ നഷ്ടമാക്കും? എന്നിട്ട് പോലും അവരെടുത്തു. എത്ര പേരെ കുട്ടയില് കയറ്റിക്കൊണ്ടുപോയി. നമുക്കുണ്ടല്ലോ സാർ 80 ലക്ഷം മാസം വാടക കൊടുക്കുന്ന ഒരു ഹെലികോപ്റ്റർ. ഒരു ദുരന്തത്തിന് അത് എടുത്തുകൂടായിരുന്നോ?
നിലവിൽ ഏതെങ്കിലും ദുരന്തങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടോ? അതും അറിയില്ല. ഇപ്പൊ ഈ ഒരു ദുരന്തത്തിന് അത് എടുക്കാതെ അത് എന്തിനാണ് അവിടെ ഇട്ടിരിക്കുന്നത്? 23 जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दी गई थी 23 जुलाई को, 7 दिन पहले, फिर 24 को गई, फिर 25 को गई, 26 तारीख को मान्यवर ये कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी, भारी वर्षा होगी, लैंडस्लाइड होने की संभावना है, मड भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं. ഇത് എന്താണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എംപിമാരും കേരളത്തിലെ ജനതയും അറിയേണ്ടതാണ്. അദ്ദേഹം ഹിന്ദിയിൽ സംസാരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോ സ്റ്റാലിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹിന്ദി തിരിയാതെ പോടാ എന്ന ആശയം കൊണ്ട് നടക്കുന്നവരാണ്, അതും അറിയില്ല. അദ്ദേഹം പറയുന്നത് 23-ാം തീയതി ആദ്യം അറിയിപ്പ് കൊടുത്തു, 24-ാം തീയതി അറിയിപ്പ് കൊടുത്തു, 25-ാം തീയതി അറിയിപ്പ് കൊടുത്തു. 20 സെന്റിമീറ്റർ, അതായത് 20 മില്ലിമീറ്റർ, പല ചാനലുകളും 20 മില്ലിമീറ്റർ എന്ന് പറയുന്നുണ്ടായിരുന്നു, 20 മില്ലിമീറ്റർ എന്നല്ല, 20 സെന്റിമീറ്റർ ആണ് അദ്ദേഹം പറയുന്നത്. അതായത് 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്യാനുള്ള സാഹചര്യമുള്ള ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകും, മണ്ണൊലിപ്പുണ്ടാകും, ഉരുൾപൊട്ടലുണ്ടാകും, ലാൻഡ്സ്ലൈഡ് എന്നിവ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയിട്ട് മുൻകൂട്ടി അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് കൊടുത്തു എന്നാണ്. എന്തായാലും നിങ്ങളോടൊക്കെ നന്ദിയുണ്ട്. നിങ്ങളൊക്കെ ഇത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഈ സാധനം പതുക്കെ പുറത്തു വരുള്ളായിരുന്നു. ഇപ്പൊ ചോദിച്ചതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. मैं कुछ कहना नहीं चाहता था मान्यवर, मगर भारत सरकार की अर्ली वार्निंग सिस्टम पर सवाल किए गए, इसलिए मैं कहता हूं प्लीज लिसन अस, मत चिल्लाइए, प्लीज रीड इट. जो वार्निंग भेजा है उसको पढ़िए जरा. കേട്ടല്ലോ, ബഹുമാനപ്പെട്ട എയർ റഹീമിന് തൃപ്തിയായല്ലോ. ഈ പ്ലീസ് ലിസണസ് എന്നിരുന്ന് പറയാതെ അയച്ചു തന്ന കാര്യങ്ങൾ വായിച്ചു നോക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 23-ന് അയച്ചൊരു സാധനം 24-നും അയച്ച റിപ്പോർട്ട്, 26-നും അയച്ച റിപ്പോർട്ട് ഒരു തവണയെങ്കിലും ഒന്ന് മറിച്ചു നോക്കിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആരോട് പറയാം? जिन्होंने इस प्रकार की वार्निंग का उपयोग कर जीरो कैजुअलिटी डिजास्टर मैनेजमेंट किया है. मैं ओडिशा राज्य सरकार के लिए भी, उस वक्त हमारी नहीं थी, नवीन बाबू की थी, हमने 7 दिन पहले साइक्लोन का अलर्ट भेजा, सिर्फ एक व्यक्ति मारा गया, वो भी गलती से मारा गया. गुजरात सरकार को हमने साइक्लोन का अलर्ट 3 दिन पहले भेजा, एक पशु भी नहीं मरा साहब. मगर मैं बड़ी विनम्रता के साथ कहना चाहता हूं कि आप जो घिसे पिटे शब्द यहां लेकर आए हैं और डिमांड ही करते जा रहे हैं, अर्ली वार्निंग सिस्टम है. മനസ്സിലായില്ലേ? BJP സർക്കാർ പോലും അല്ലായിരുന്നു ഒറീസയിൽ, എന്നിട്ട് പോലും ഒരു അറിയിപ്പ് കൊടുത്തപ്പോൾ അവിടെ ഏത് സർക്കാർ ഭരിച്ചിട്ട്, ഇറ്റ്സ് എ ഹ്യൂജ് ലാൻഡ്. ഈ മൊത്തം ഭൂമിയും ഈ മൊത്തം ഭാരതദേശം ഒന്നാണ്. ഈ മൊത്തം ഭാരതം ഭരിക്കുന്നതാണ് ഇപ്പോൾ നിലവിലെ കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ ചുറ്റും മൊത്തം ഭാരതമാണ്, അല്ലാതെ ഇൻഡിവിജ്വൽ കേരളം, ഇൻഡിവിജ്വൽ തമിഴ്നാട് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ടീമുകളോടൊപ്പം നിങ്ങൾ ചേർന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ഐഡിയ ആയിരിക്കും. ഇദ്ദേഹം ഒറീസയിൽ നിർദ്ദേശം കൊടുത്തപ്പോൾ അവിടെ BJP സർക്കാർ അല്ലായിരുന്നിട്ട് പോലും സൈക്ലോൺ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് കൊടുത്തപ്പോൾ 10,000-കണക്കിന് ആൾക്കാരെയാണ് അവിടെ നിന്ന് മാറ്റിയതും. ഒരാൾ കൊല്ലപ്പെട്ടു, പക്ഷെ ഒരാൾ ഇതിൽ മരണപ്പെട്ടു. പക്ഷെ അതും ആക്സിഡന്റലി സംഭവിച്ച കാര്യമാണ്. പറഞ്ഞത് ഗുജറാത്ത് സർക്കാരിന് 3 ദിവസം മുമ്പാണ് അറിയിപ്പ് കൊടുത്തത്. എന്നിട്ട് പോലും അവരും അവിടെ നിന്ന് മൊത്തം ആൾക്കാർ വെച്ച് ഒരു പശു പോലും മരിച്ചില്ല എന്ന് പറഞ്ഞത് ആൾക്കാർ വ്യാഖ്യാനിച്ചത് തെറ്റാണ്. പശു എന്നതിന് മൃഗങ്ങൾ എന്ന അർത്ഥമുണ്ട്. ഹിന്ദിയിൽ പശു എന്ന് പറയുന്നത് മൃഗങ്ങൾ ആണ്. പശുവിനെ ഗായ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ പശു മരിച്ചില്ല, അതായിരിക്കും വലിയ കാര്യം എന്നുള്ളത്. ദൈവത്തെ ഓർത്ത് ഞങ്ങൾ നാണം കെടുത്തരുത്. പശു എന്ന് പറഞ്ഞാൽ വളർത്തു മൃഗങ്ങളാണ്. ജാൻവർ, മൃഗങ്ങൾ, പശു, വളർത്തു മൃഗങ്ങൾ. പശുവിനെ ഗായ് എന്നാണ് പറയുന്നത്. അമിത്ഷാ ഈ സ്ഥാനത്ത് ഗായ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ശരി, പശുവിനും അത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ടത്. ഈ പശു നമ്മുടെ പശുവല്ല, മൃഗങ്ങളാണ്. भारत सरकार ने 14 के बाद अर्ली वार्निंग सिस्टम के लिए 2,000 करोड़ रुपया खर्च किया है और इसको साझा किया जाता है मान्यवर. 7 दिन पहले हर राज्य को सूचना भेजी जाती है और वो सूचना साइट पर सबके लिए भी उपलब्ध है, मान्य सांसदों के लिए भी उपलब्ध है. मगर कुछ लोगों को है कि यहाँ की साइटें खोलते ही नहीं है, विदेश की ही खोलते हैं. तो अब विदेश में तो इसकी अर्ली वार्निंग सिस्टम आएगी नहीं, हमारी साइट देखनी पड़ेगी मान्यवर. നമ്മുടെ നാട്ടിൽ ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ട് എന്ന് അറിയാത്തവരാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം നമുക്കുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട എംപിമാരെ, ലോകത്ത് 4 രാജ്യങ്ങൾക്കേ ഉള്ളൂ. ഈ 4 രാജ്യങ്ങളിൽ തന്നെ 7 ദിവസം മുൻപേ അറിയിപ്പ് നൽകാൻ പറ്റിയ ഏറ്റവും നല്ല ഏർലി വാർണിംഗ് സിസ്റ്റമാണ് നമുക്കുള്ളത്. ഇറ്റ്സ് എ നമ്പർ 1 ഇൻ ദ വേൾഡ്. 1000 കോടി രൂപ മുടക്കി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അത് നോക്കൂ, അദ്ദേഹം എത്രത്തോളം ജനങ്ങളുടെ ജീവനിലും സ്വത്തിലും ശ്രദ്ധ ചെലുത്തുന്നു എന്ന്. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയിട്ട് അവഗണിച്ചതാണ് നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റ്. मान्यवर, वर्षा
एक मिनट आप सुनो भाई, मैंने ध्यान से आपको सुना है, Don't सुनिए be- जरा। No, don't, please. इस तरह से नहीं चलेगा, ये सदन I है। will not allow. The facts and figures and details are being imparted. Please. मान्यवर। Honorable Minister. മനസ്സിലായില്ലേ? നിങ്ങളെന്തിനാ ബഹളം വെക്കുന്നത്? ബഹളം വെച്ചിട്ട് കാര്യമല്ല. അദ്ദേഹം പറയുന്ന ഫാക്ടുകൾ 23-ാം തീയതി കേരള സർക്കാരിന് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൽ ഉണ്ടാവും, തന്ന ലെറ്റർ ഉണ്ടാവും, അതിന്റെ കോപ്പി അവിടെ ഉണ്ടാവും, അതിന്റെ കോപ്പി ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ അതിന്റെ ഫയലുകൾ സൂക്ഷിക്കുന്നുണ്ടാവും. ഇടിവെട്ടിയൊക്കെ അത് നശിച്ചു പോകാൻ നിന്ന് കഴിഞ്ഞാൽ അത് വേണേ സംഭവിക്കാം. ഇടിവെട്ടി ചിലപ്പോൾ നശിച്ചു പോകാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഷോർട്ട് സർക്യൂട്ട് വന്ന് സെക്രട്ടറിയിലെ ഫയലുകൾ നശിച്ചു പോകാം. പക്ഷേ ഇത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് അല്ലേ? നിങ്ങൾ ബഹളം വെക്കുന്ന എന്തിനാണ്? എന്തെങ്കിലും ഒന്ന് മറയ്ക്കാനുള്ളവരാണ് അലമ്പുണ്ടാക്കുക. वर्षा के लिए अर्ली वार्निंग सिस्टम है, हीट वेव के लिए है, तूफान के लिए है, चक्रवात के लिए है, यहां तक बिजली के लिए भी अर्ली वार्निंग सिस्टम है। जो 10 मिनट पहले बिजली अक्षांश रेखांक के साथ कहां गिरेगी वो सीधा कलेक्टर को इन्फॉर्म करती। നിങ്ങളൊരു കാര്യം ആലോചിക്കുന്നത്, വൈദ്യുതി ലൈനുകൾ തകരാറിലാകാൻ പോകുന്നതിന് മുൻപേ കൂട്ടി അറിയാൻ കഴിവുള്ള ഒരു സിസ്റ്റം നമുക്കുണ്ട്. ഇവിടെ ഒരു ചെറിയ കാറ്റടിച്ചാൽ കണ്ടു, വൈദ്യുതി ലൈനുകൾക്ക് തകരാറ് വരുന്നതിന് 10 മിനിറ്റിന് മുമ്പേ ജില്ലാ കളക്ടർക്ക് മെസ്സേജ് പോകും. വാട്ട് എ സിസ്റ്റം! ഇത്രയും നല്ലൊരു സിസ്റ്റം ഒന്നുമില്ലാതെ ഈ രാജ്യം ലോകത്തെ ഒന്നാംകിട രാജ്യങ്ങൾ നികൃഷ്ടമായി നോക്കിക്കണ്ടിരുന്ന ഒരു രാജ്യമായി ഇരുന്ന കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നമ്മൾ ഇത്രയും അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ളിലെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ പ്രബുദ്ധത നിങ്ങളെ ഈ ഘട്ടത്തിൽ രാഷ്ട്രീയം കളിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മൾ EWS വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. സൈക്ലോൺ, ചക്രവാത ചുഴലി, ലാൻഡ് സ്ലൈഡ്, ഹീറ്റ് വേവ്, ഇതെല്ലാം മുൻകൂട്ടി അറിയിക്കാനുള്ള സംവിധാനമുള്ള ഒരു EWS സിസ്റ്റമാണ് നമുക്കുള്ളത്. कई सारे राज्यों ने इसका उपयोग भी किया है और परिणाम भी आए। और इस अर्ली वार्निंग सिस्टम के तहत मैं आज सदन को बताना चाहता हूं, 23 तारीख को ही मेरे ही अनुमोदन से 9 NDRF की टीमें केरल के लिए रवाना हो गई थी कि वहां लैंडस्लाइड आ सकता है। അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരം 9 NDRF ടീമുകളെ കേരളത്തിലേക്ക് അയച്ചു. അവിടെ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. കിട്ടിയ ആൾക്കാരെ കൃത്യമായി ഉപയോഗം ചെയ്യാതെ നിങ്ങൾ എല്ലാവരും കൂടെ കേരളത്തിന്റെ ഡേറ്റ് ബുക്ക് ചെയ്യാൻ പോയതാ, അതോ മണ്ഡപം ബുക്ക് ചെയ്യാൻ പോയോ? भारत सरकार ने 9 NDRF की टीमें विमान से वहां भेजी। मैं पूछ सकता हूं मान्यवर, इतना मुझे पूछते हैं सारे लोग, केरल सरकार ने क्या किया? ഇത്രയും ചെയ്തു തന്നു. കേരള സർക്കാർ എന്താണ് ചെയ്തത്? അവിടെ പോയി കിടന്നിട്ട് ശ്രീ ജോസ് കെ മാണി, ശ്രീ ബ്രിട്ടാസ്, ശ്രീ എ റമി, നിങ്ങൾ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അവിടെ കിടന്ന് അയ്യോ ഇത്രയും പേര് പോയി, എന്തൊക്കെ ചെയ്തു, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അവിടെ ജോസ് കെ മാണി പറയുന്നത് അവർ ഞങ്ങളെ ലിസൺ ചെയ്യുന്നില്ല എന്ന്. അവർ തന്ന മുന്നറിയിപ്പുകൾ നിങ്ങൾ കേട്ടോ? ചോദ്യം അതാണ്, അവർ തന്ന മുന്നറിയിപ്പുകൾ ഏതെല്ലാം നിങ്ങൾ കേട്ടു? अनधिकृत लोग रह रहे थे, नहीं रह रहे थे, मगर वल्नरेबल सिचुएशन तो थी। इनको शिफ्ट किया गया क्या? क्यों नहीं किया गया? कौन रोकता था? और शिफ्ट किया तो मरे कैसे? शिफ्ट पहले नहीं किया गया है, बाद में किया गया है। അവിടുന്ന് ജനങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ അവിടുന്ന് ജനങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഷിഫ്റ്റ് ചെയ്തു എന്ന് മറുപടി വരുന്നു. ചെയ്തെങ്കിൽ എങ്ങനെ ഇത്രയും മരണം ഉണ്ടായി? സംഭവത്തിന് ശേഷമാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞോ, നമ്മുടെ MP-മാർ ഇരുന്ന് ഉരുകയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. अर्ली वार्निंग सिस्टम नरेंद्र मोदी जी 2014 में प्रधानमंत्री बने, 2016 से ये प्रोजेक्ट चालू हुआ और 23 तक दुनिया की सबसे आधुनिक अर्ली वार्निंग सिस्टम कहीं पर है तो भारत में। और इसका 7 दिन पहले इसका अनुमान देने वाले 4 ही देश है, उसमें से एक भारत है। ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഏർലി വാർണിംഗ് സിസ്റ്റമാണ് ഭാരത്തിൽ. എന്ന് വെച്ചാൽ 100% ഇത് പറയണത് സത്യം നല്ല ഉദ്ദേശം. നിലവിലുള്ളതിൽ ഏറ്റവും നല്ലത്. ബാക്കിയുള്ളതിന്റെയൊക്കെ എറർ, നമ്മുടെ എറർ ഏറ്റവും കുറവായിരിക്കും, ബാക്കിയുള്ളതൊക്കെ എറർ കൂടി വരും. മനസ്സിലായില്ലേ? ഇതാണ് പറഞ്ഞതിന്റെ പൊരുൾ. അല്ലാതെ ലാൻഡ് സ്ലൈഡ് വരും എന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കരുത്. ഇന്ന് വരുമെന്ന് പറയും, നിങ്ങളെല്ലാവരും ഒഴിപ്പിക്കും, സംഭവിക്കില്ല. നാളെ വരുമെന്ന് പറയും, അപ്പോഴും നിങ്ങളെല്ലാവരും ഒഴിപ്പിക്കും, സംഭവിക്കില്ല. അങ്ങനെ 1,00,000 തവണ പറഞ്ഞാലും നമ്മുടെ ജീവനാണ്. നമുക്ക് അവിടെ മാറി നിന്നിട്ട് വന്ന് വഴക്ക് പറയാം. പക്ഷേ ഒഴിഞ്ഞു പോകാതെ അവിടെ തന്നെ നിന്ന് ലാൻഡ് സ്ലൈഡ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വഴക്ക് പറയാനുള്ള അവസരമില്ല. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ ഈ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 7 ദിവസം മുൻപ് അറിയിപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉള്ളത് നമ്മുടെ രാജ്യത്തിനാണ്. 7 ദിവസം മുമ്പ്. ഇവിടെ മണിക്കൂറുകൾക്ക് മുൻപേ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. SDRF में 10% राशि कोई भी राज्य अपने हिसाब से अपनी गाइडलाइन से इश्यू कर सकता है और 100% राशि भारत सरकार की जो गाइडलाइन इश्यू हुई है, गाइडलाइन इश्यू के किसी भी परमिशन की भारत सरकार की जरूरत नहीं है, गाइडलाइन को सिर्फ फॉलो करना है। SDRF സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടാണോ റിലീഫ് ഫണ്ടാണോ എന്ന് പറയുന്നത്? റിലീഫ് ഫണ്ടാണെന്ന് തോന്നുന്നത്. എന്തായാലും SDRF-ൽ നിന്നും തരുന്ന പണത്തിൽ നിന്നും 10% നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെലവഴിക്കാം. കണക്ക് കൊടുത്താൽ മതി. ഏത് മേഖലയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെലവഴിക്കാം.
ബാക്കി 90% ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇതിന് തരുന്ന പണം മറ്റു ഇതിൽ വകമാറ്റി ചെലവഴിക്കാൻ പാടില്ല. അതാണ് ഇതിലെ പ്രധാന ഒരു നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. അല്ലാതെ വേറെ യാതൊരു വിധ തടസ്സങ്ങളും കൊടുത്തിട്ടില്ല. ഇത്രേ ഉള്ളൂ. ഗൈഡ് ലൈൻ അനുസരിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഗൈഡ് ലൈൻ പ്രകാരം ചെയ്യാൻ നിങ്ങൾക്ക് ആരുടെയും അനുമതി വേണ്ട. ആ ഗൈഡ് ലൈൻ പ്രകാരം എല്ലാം ചെയ്യാം. ഗൈഡ് ലൈനിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്? പുതിയ വീടുകൾ വെച്ചു കൊടുക്കാനോ, പുതിയ പാലങ്ങൾ വെച്ചു കൊടുക്കാനോ, റോഡ് വെച്ചു കൊടുക്കാനോ, അതുമല്ലെങ്കിൽ നഷ്ടപരിഹാര തുക നൽകാനോ, കറണ്ട് കണക്ഷൻ എടുത്തു കൊടുക്കാനോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. 10% നിങ്ങൾ ഡിസാസ്റ്ററിന്റെ പേരിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും എടുത്താൽ പോലും കുഴപ്പമില്ല. പക്ഷെ ബാക്കി 90% ഡിസാസ്റ്ററിന് തന്നെ ഉപയോഗിക്കണം. ഫ്ലഡിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഫ്ലഡിനാണ് ഫണ്ട് ഉപയോഗിക്കാൻ. അതിനുള്ള നാശനഷ്ടങ്ങൾക്ക് ആവശ്യമായ തുകയായിരിക്കും നമ്മൾ ചോദിച്ചിട്ടുണ്ടാവുക. ആ തുക തന്നെ നമ്മൾ ഉപയോഗിക്കാം. ഇനി അഥവാ നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ നമുക്ക് കുറഞ്ഞു പോയെങ്കിൽ നമുക്ക് വീണ്ടും ആ കണക്ക് ബോധിപ്പിക്കാം. സാർ, ഇത്രയാണ് ഞങ്ങൾ ആദ്യം കണക്ക് കൂട്ടിയത്, പക്ഷേ ഇന്ന സംഭവങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്, വീണ്ടും പണം ചോദിക്കാം. മനസ്സിലായില്ലേ? കോൺഗ്രസ് അല്ല കേന്ദ്രം ഭരിക്കുന്നത്, പണമൊക്കെ ഉണ്ട്, എടുത്താരും വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്നുമില്ല. अकाउंट देना पड़ता है तो सरकार है, कोई पॉलिटिकल पार्टी नहीं है ना। सरकार के कुछ रूल्स होते हैं, रेगुलेशन होते हैं, अकाउंटिंग सिस्टम होती है, एजी का ऑडिट होता है। हम किसी को नहीं मानेंगे तो थोड़ी तकलीफ आएगी, मगर धीरे धीरे आदत पड़ रही है, इंप्रूवमेंट आया है। इसीलिए 6244 में से 4619 करोड़ रुपया इनका रिलीज हो चुका है. ഇതാണ് നമ്മൾ മലയാളികൾ എല്ലാവരും അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഒരു കാര്യം. മലയാളികൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാർ, ഗവൺമെന്റ് തലത്തിലിരിക്കുന്ന മന്ത്രിമാർ, MLA മാർ, MP മാർ, IAS ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവർക്ക് എല്ലാവർക്കും അറിയാം ഒരു ഗവൺമെന്റ് ഒരു ഫണ്ട് അലോഡ് ചെയ്യുന്നതിന് കണക്കുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്നതല്ല. 140 കോടി ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഒരു ഗവൺമെന്റ് നിലനിൽക്കുന്നത്. ആ ഗവൺമെന്റ് മറ്റു പല ആവശ്യങ്ങൾക്കും ഫണ്ട് അലോഡ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായ റിക്വസ്റ്റ് ലെറ്ററും കറക്റ്റായിട്ട് ഫണ്ട് അലോട്ട്മെന്റും, ആ അലോട്ട് ചെയ്തു വന്ന ഫണ്ട് കൃത്യമായി ഉപയോഗിച്ചിട്ട് ഇത്ര ആൾക്ക് ഇന്ന കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ കണക്ക് തിരികെ കൊടുക്കുകയും വേണം. AG ഓഡിറ്റിംഗ്, ഓഡിറ്റർ കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്യും. ഓഡിറ്റ് എടുക്കുന്ന 2, 3, 4 കൊല്ലം കഴിഞ്ഞായിരിക്കും അവർ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഫണ്ട് എങ്ങനെ ഉപയോഗിച്ചു, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടത് ആരാണ്, സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആരൊക്കെ ആയിരിക്കും, അതിന്റെ താഴെട്ടുന്ന കളക്ടർ ഉണ്ടാവും, അതിന് താഴെ ഓരോ വകുപ്പിന്റെയും ജില്ലാ മേധാവികൾ, ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ടാവാം, അങ്ങനെ പല പല ജില്ലാ മേധാവികൾ, ഇവരൊക്കെ അവരവരുടെ ജില്ലകൾക്ക് കൊടുത്ത ഫണ്ട് കേരളത്തിന് കിട്ടി, കേരളം അത് വീതിച്ച് ജില്ലകൾക്ക് കൊടുത്തു, ജില്ലകൾ അത് കൃത്യമായി പഞ്ചായത്തുകളായിട്ട് ഉപയോഗിച്ചു. ഓരോ പഞ്ചായത്തും ഞങ്ങൾക്ക് തന്ന തുക ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് ജില്ലയ്ക്ക് കിട്ടും. ജില്ല അത് നേരെ സംസ്ഥാന സർക്കാരിന് കൊടുക്കും. സംസ്ഥാന സർക്കാർ അതെല്ലാം കൂടി കളക്ട് ചെയ്ത് മേലെ കൊടുക്കും. ഓഡിറ്റ് വരുമ്പോൾ അതിൽ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നേരെ പഞ്ചായത്ത് ലെവലിൽ തന്നെ വന്നിട്ട് വീണ്ടും ഓഡിറ്റ് ചെയ്യും. ആർക്കാണ് പണം കൊടുത്തത്? ഇതൊരു സർക്കാരാണ്, ഇത് ജനാധിപത്യമാണ്. നമ്മൾ 24 മണിക്കൂർ മുറോട് കൂട്ടുന്ന ജനാധിപത്യം തകരുന്ന ജനാധിപത്യം. ഇതാണ് ജനാധിപത്യം. ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ നിൽക്കുക. ഇതിനൊക്കെ കണക്കും കാര്യങ്ങളും ഉണ്ട്. ഈ കണക്കും കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ആ കണക്കൊക്കെ ചോദിക്കുമ്പോൾ രാഷ്ട്രം കളിക്കുന്നതെന്ന് പറഞ്ഞ് പൊട്ടന്മാരെ പോലെ, നമ്മളൊരുമാതിരി ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത പോലെ, ഒരു അറിവില്ലാത്ത ആൾക്കാരെ പോലെ നമ്മൾ ബിഹേവ് ചെയ്യും. അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? ഞാനിപ്പോ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു തരാം, അദ്ദേഹത്തിന് കണക്ക് വയ്ക്കേണ്ട ആവശ്യമില്ല. അമിത്ഷാജി വേണമെങ്കിൽ പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു തരാം, ഇതിന് കണക്ക് വേണം. പക്ഷെ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്നും പണം എടുക്കുമ്പോൾ അതിന് കൃത്യമായ കണക്ക് കൊടുക്കണം. അതാണ് സംവിധാനം. നമ്മൾ വിവരാവകാശം എഴുതി ചോദിക്കുമ്പോൾ വിവരാവകാശം കിട്ടുന്ന എങ്ങനെയാണ്? ഇതുപോലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വിവരാവകാശം. अर्ली वार्निंग सिस्टम दी गई थी, इसीलिए 23 तारीख को हमने NDRF की 9 बटालियन वहां पर 9 बटालियन वहां पर हमने भेज दी थी और 3 कल रवाना करी है। NDRF की बटालियन उतरने से भी अलर्ट अगर हो जाते तो काफी कुछ बच जाता, मगर मैं किसी पे दोषारोपण नहीं करना चाहता हूं। ये समय है केरल की सरकार के साथ खड़ा रहने का, केरल की जनता के साथ खड़ा रहने का, और जो लोगों की हानि हुई है उनके साथ खड़ा रहने का। मैं सदन को विश्वास दिलाना चाहता हूं, इरिस्पेक्टिव ऑफ पार्टी पॉलिटिक्स, नरेंद्र मोदी सरकार केरल की जनता और केरल की सरकार दोनों के साथ चट्टान की तरह खड़ी रहेगी, किसी को संशय रखने की जरूरत नहीं। ജനങ്ങളുടെ ജീവനും സ്വത്തിനും വേണ്ടി ഒരു ഇത് കാണിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. പുല്ലുവില കൊടുക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം കറക്റ്റ് പറഞ്ഞിട്ടുള്ളത്. ദുരന്ത നിവാരണ അംഗങ്ങളെ അല്ലെങ്കിൽ സേനയെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലേക്ക് അയക്കാൻ മാത്രമേ കേന്ദ്ര സർക്കാരിന് കഴിയുള്ളൂ. അവരെപ്പോൾ മുതൽ പ്രവർത്തിച്ച് തുടങ്ങണം എന്ന് തീരുമാനിക്കുന്ന ജില്ലാ കളക്ടർമാരാണ്. അതിന് വേണ്ടുന്ന നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളണം. എപ്പോഴും കട്ടിങ് സൗത്ത് അല്ലെങ്കിൽ കേരളം പ്രത്യേക രാജ്യമാണ്, കേരളം ഇന്ത്യയിൽ നിന്നെന്തോ വേറെ പ്രത്യേകിച്ചിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഞാൻ എന്ന രീതിയിൽ നിൽക്കുമ്പോൾ എന്ന സംവിധാനം എന്ന് ചിന്തിച്ചിട്ട് പോലും നിങ്ങൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പിനെ അവഗണിച്ചത് വളരെ വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ആവശ്യപ്പെട്ട സമയത്ത് തന്നെ NDRF സംഘം അവിടെ എത്തി. ഉരുൾപൊട്ടൽ ഉണ്ടായി അന്ന് രാവിലെ 4 മണിക്ക് കളക്ടർ നിർദ്ദേശം കൊടുത്തപ്പോൾ തൊട്ട് അവരവരുടെ ജോലികൾ ചെയ്യുന്നു. സംസ്ഥാനത്തിന്റെ ആവശ്യം ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ആർമി, നേവിയുടെ ഹെലികോപ്റ്റർ, മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ വയനാടേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതിൽ കൂടുതലൊക്കെ എന്താണ് ചെയ്യുന്നത്? മനസ്സിലായില്ലേ? ഇത് ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകിയിട്ട് പോലും ഇങ്ങനെയാണ് നിങ്ങൾ പ്രതികരിച്ചത്. പക്ഷേ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിനോട് പ്രതികരിക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന NDRF സംഘങ്ങളും ബാക്കി ഇന്ത്യൻ
ആർമിയുടെയും നേവിയുടെയും എല്ലാ സന്നാഹങ്ങളും നിമിഷ നേരം കൊണ്ട് പ്രവർത്തിച്ചു എന്നതാണ് കേന്ദ്ര സർക്കാർ നമ്മളോട് ചെയ്തത്. ഇത്രയും വളരെ ആക്റ്റീവായിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് നമ്മളോട് നിന്നിട്ടുള്ളത്. അത് അറിയാവുന്ന നിങ്ങൾക്ക് അസൂയ കൊണ്ടാണ്, അസൂയ എന്നല്ല, ഇതെല്ലാം ചെയ്തത് കേന്ദ്ര സർക്കാരാണെന്ന് അറിഞ്ഞാൽ നമുക്കിനി ജനങ്ങൾ വോട്ട് ചെയ്യൂലേ എന്ന് പേടിച്ചിട്ട് കൂടിയാണ് നിങ്ങൾ പാർലമെന്റിൽ അത്തരം ഒരു ആരോപണം നടത്തിയതെന്ന് ഞാൻ സംശയിക്കുന്നു. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഈ കെട്ടകാലത്ത് രാഷ്ട്രീയം കളിക്കല്ലേ, രാഷ്ട്രീയം പറയല്ലേ എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനപ്പം രാഷ്ട്രീയം പറഞ്ഞു? ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു പുതിയ ഒരു ബില്ല് അദ്ദേഹം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഈ ചീഞ്ഞ പൊളിറ്റിക്സ് കളിക്കല്ലേ, ഇത് ഒരു രാഷ്ട്രമാണ്, ഇത് അഖണ്ഡ ഭാരതമാണ്. ഈ ഭാരതത്തിലെ എല്ലാ ജനങ്ങളും കേന്ദ്ര സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും, ഈ സംസ്ഥാനങ്ങൾ വിഭജിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടല്ല, ആ സംസ്ഥാനങ്ങൾ വിഭജിച്ചിരിക്കുന്നത് ഭരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഇത് മാത്രം ചിന്തിച്ചാൽ മതി, ഈ രാഷ്ട്രം റിപ്പബ്ലിക് ആവുന്നത് 1950-ലാണെങ്കിലും കേരളം രൂപീകരിക്കപ്പെടുന്നത് 1956-ലാണ്. ദാറ്റ് മീൻസ് സംസ്ഥാനങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ വേണോ അതോ ലാൻഡിന്റെ അടിസ്ഥാനത്തിൽ വേണോ എന്നുള്ള ആശയക്കുഴപ്പം കൊണ്ട് കുറച്ച് നാൾ നിന്നുപോയത്. ഇനി ഇത് സംസ്ഥാനങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം ഈ സംസ്ഥാനങ്ങൾക്കുള്ളിൽ ജില്ലകൾ എപ്പോഴൊക്കെയാണ് രൂപം കൊണ്ടിട്ടുള്ളതെന്ന് കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കും. PSC പഠിക്കുന്നവർക്കറിയാം ഓരോ ജില്ലകളും ഏതൊക്കെ കാലഘട്ടത്തിൽ രൂപീകരിച്ചു. എന്തിനാണ് ജില്ലകൾ രൂപീകരിച്ചത്? കുറച്ചുകൂടെ ഭരണം എടുപ്പാക്കാൻ. ജില്ലകൾ തിരിച്ച് പിന്നെന്ത് സംഭവിച്ചു? അവിടെ പഞ്ചായത്തുകൾ ഉണ്ടാക്കി. കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം ജനസംഖ്യ ഉൾക്കൊള്ളുന്നതിനെ മുനിസിപ്പാലിറ്റികളായിട്ടും കോർപ്പറേഷനുകളായിട്ടും മാറ്റി. പഞ്ചായത്തുകളെ ഏകോപിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്തുകൾ നിലവിൽ വന്നു. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, രാജ്യത്തിന്റെ സംവിധാനം താഴേക്കിട വരെ എത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മുറിച്ചെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടല്ല. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തള്ളിക്കളയരുത്.